അപ്പോൾ ഇന്ന് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ക്രിസ്റ്റ തന്നെയാണ്. ഒരു 2019 മോഡൽ വണ്ടി ആട്ടത്. നമുക്കങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യത്തിൽ നല്ല വണ്ടി കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റോഡ് സൈഡിൽ ഇവിടെ ഇട്ടിട്ട് തന്നെ എടുക്കണം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ അവസാനിപ്പിക്കും. സിൽവർ കളറുള്ള വണ്ടിയാണ്. 2019 GX ഓട്ടോമാറ്റിക് ആണ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പാണ്. 82,000 ആ റേഞ്ചിലാണ് ഓടിയിട്ടുള്ളത് കേട്ടോ. കറക്റ്റ് കിലോമീറ്റർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞുതരാം. GX-ഉം സെറ്റും രണ്ട് വേരിയൻറ്റിനകത്താണ് ക്രിസ്റ്റ ഓട്ടോമാറ്റിക് വന്നിട്ടുള്ളത്, നിങ്ങൾക്കറിയാം. ഓക്കെ, 82,000 ആണ് ഓടിയിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ കാര്യങ്ങൾ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് AC ആയിരിക്കില്ല. അതാണ് GX-ഉം സെറ്റും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ളൊരു വ്യത്യാസം. സെറ്റിനകത്ത് ഓട്ടോമാറ്റിക് AC ആയിരിക്കും, ഇതിനകത്ത് നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാവുന്ന AC ആയിരിക്കും ഉണ്ടാവുക. പിന്നെ സെറ്റിനകത്ത് ഇവിടെ വേറൊരു സിൽവർ ട്രിമ്മ് എക്സ്ട്രാ വരുന്നുണ്ട്. ഇതിനകത്ത് നോർമലായ ഒരു ബ്ലാക്ക് തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക. അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങളാണ് സെറ്റും GX-ഉം തമ്മിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രൈസിനകത്ത് എടുക്കാൻ പറ്റും. 13,75,000 രൂപയാണ് വില വന്നിട്ടുള്ളത്. 2019 GX സെക്കൻഡ് ഓണർഷിപ്പ്, 82,000 ഓടിയിട്ടുള്ള റീപ്ലേസ്മെൻറ്റ്, മേജറായിട്ടുള്ള റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസ് ഏതോ ഒരു ഡോറിൻ്റെ ഗ്ലാസ് മാറിയിട്ടുണ്ട്. അത് ഞാൻ പുറത്ത് കാണിക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. ഇൻറ്റീരിയറൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. 7 സീറ്ററിലാണ് വണ്ടി വന്നിട്ടുള്ളത്. ക്യാപ്റ്റൻ സീറ്റാണ് വരുന്നത്. സീറ്റൊക്കെ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ്. അതുപോലെ തന്നെ ഡാഷ്ബോർഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഏരിയയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്വാളിറ്റി എന്തായാലും പറയാൻ പറ്റും. വേറെ ക്രാക്കോ അല്ലെങ്കിൽ തേയ്മാനങ്ങളോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാത്ത നല്ലൊരു വണ്ടി. ഡസ്റ്റ് ഉണ്ട് ഇവിടെ, അത് നമ്മൾ ക്ലീൻ ചെയ്യണം. അതല്ലാതെ വേറെ ഡിഫക്റ്റ് കാര്യങ്ങൾ മറ്റു പല കാര്യങ്ങളും ഒന്നുമില്ലാത്തൊരു വാഹനമാണ്. ഞാനതിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് പെട്ടെന്നൊന്ന് അവസാനിപ്പിക്കാം. പുറത്തേക്ക് ഇറങ്ങി ചിലപ്പോൾ വോയിസ് ചിലപ്പോൾ അത്ര ഒരു ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ മൈക്ക് എടുത്ത് അടുപ്പിച്ച് വെക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഔട്ടറൊക്കെ നോക്കാം, നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. HR51 ഫരീദാബാദ് രജിസ്ട്രേഷനിലാണ് വണ്ടി വന്നിട്ടുള്ളത്. ബോണറ്റൊക്കെ നല്ല വൃത്തി തന്നെയാണുള്ളത്. പിന്നെ ഇതിന് ത്രൂ ഔട്ട് കമ്പനി സർവീസൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു വണ്ടി കേട്ടോ. സർവീസ് റെക്കോർഡ് ഒക്കെ ഉണ്ട്. ഗ്ലാസ് അപ്പുറത്തെ സൈഡെത്തിയാണ്. ഈ ഗ്ലാസ് എല്ലാം ഒറിജിനലാണ്. ഡോറും ഒറിജിനൽ തന്നെയാണ്. ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ കാണിക്കൽ ഇവിടെ നിന്ന് നടക്കൂല. ഈ ഒരു സൈഡത്തെ ഈ ഒരു ഡോറിൻ്റെ ഗ്ലാസ്സാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് ഞാൻ ഡോറൊക്കെ നോക്കി, ഡോറൊന്നും മാറിയിട്ടൊന്നുമില്ല. ഗ്ലാസ് മാത്രം ഈ ഒരു പീസ് മാറിയിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ടയർ ഭാഗങ്ങളൊക്കെ ഒരു 60 to 70% ടയറും ഉണ്ട്. ബോണറ്റ് കൂടി പെട്ടെന്നൊന്നും തുറക്കാം. വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് ഡൽഹിയിലാണ് കേട്ടോ. ഇപ്പോഴും എനിക്ക് പല ആളുകളും എന്നോട് വീഡിയോയിൽ ചോദിക്കാറുണ്ട്, വണ്ടി നാട്ടിലെത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാനിവിടെ ഡൽഹിയിൽ കിടക്കുന്ന വണ്ടികളുടെ വീഡിയോ മാത്രമാണ് ചെയ്യുന്നത്. ഇവിടുന്ന് വാങ്ങാൻ വരുന്ന പ്രൈസ് മാത്രമാണ് മെൻഷൻ ചെയ്യുന്നത്. നമുക്ക് എക്സ്ട്രാ ആയിട്ട് നാട്ടിലെത്തിക്കണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരും, നാട്ടിലെ ടാക്സൊക്കെ എക്സ്ട്രാ വരും, ലോണ് കിട്ടൂല. കോമൺ ആയിട്ടുള്ള കാര്യമാണ്, അത് ഞാൻ ഇടയ്ക്ക് പറയാണ്. ഉള്ളിലൊന്നും ആക്സിഡൻ്റ് ഒന്നുമില്ല കേട്ടോ. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഭാഗങ്ങളിലൊക്കെ പഞ്ചിങ് മാർക്കൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. പേസ്റ്റിംഗ് ഒന്നും പൊട്ടിച്ചിട്ടൊന്നുമില്ല. ഉള്ള ഒരു ക്രോസ് ബമ്പർ ഡെൻ്റ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റിയിലുള്ളൊരു വണ്ടി തന്നെയാണ്. നമുക്ക് ഡൽഹിയിൽ കാണുന്നതിൽ വെച്ച് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് എന്തായാലും പറയാൻ പറ്റും. പിന്നെ മൈനറായിട്ടുള്ള ബമ്പർ ടച്ചപ്പ്, അതുപോലെ തന്നെ ബമ്പറിൻ്റെ മുകളിൽ ഡെൻറ്റ് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഡൽഹി വണ്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. ബോണറ്റും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ചെറിയൊരു വർക്ക് ഉണ്ട് കേട്ടോ, പക്ഷേ ബോണറ്റ് മാറിയിട്ടില്ല. ഇതെല്ലാം ഒറിജിനൽ പേസ്റ്റിങ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഏരിയയിൽ ചെറിയൊരു ലിപ്പിൻ്റെ അറ്റത്ത് ചെറിയൊരു ടെൻറ്റ് നിവർത്തിയതുപോലെ ഉള്ളൊരു ഫീലുണ്ട്. പക്ഷേ ഈ ഒരു റേഡിയേറ്റർ സപ്പോർട്ടിനൊന്നും പ്രശ്നമില്ല. ആ ഒരു ആപ്രോണിൻ്റെ ഭാഗങ്ങളിലേക്കും പഞ്ചിങ്ങൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊന്നും മാറിയിട്ടൊന്നുമില്ല. റേഡിയേറ്ററിൻ്റെ മുകളിലോ അല്ലെങ്കിൽ അതിൻ്റെ സപ്പോർട്ടിൻ്റെ മുകളിലോ ഒന്നും അങ്ങനെ ഡെൻ്റൊന്നുമില്ല. അപ്പോൾ ചെറിയൊരു ചിലപ്പോൾ ഈ ഗ്രില്ല് മാറിയിട്ടുണ്ടാവാം. ഓക്കെ, എന്തായാലും മേജറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു 19 GX ഓട്ടോമാറ്റിക്കിലുള്ള ക്രിസ്റ്റയാണ്. പിന്നെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ബഡ്ജറ്റിനകത്ത് ഈ വണ്ടി എടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 13,75,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്രിസ്റ്റ എടുക്കാം. പുറകിലും കൂടി നോക്കാം. പുറകിലത്തെ ഗ്ലാസ് ഒറിജിനലാണ്. ഡിക്കി ഒറിജിനലാണ്. ഈ സൈഡത്തെ പഞ്ചിങ് ഒക്കെ അതുപോലെ തന്നെയുണ്ട്. ഇതൊന്നും മാറിയിട്ടൊന്നുമില്ല. ഈ താഴെയുള്ള പഞ്ചിങ്ങും ഒക്കെ ഉണ്ട്.
ഇവിടെ നിന്ന് റെസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഒന്നും ഏതായാലും തട്ടലൊന്നും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടി തന്നെയാണ് കേട്ടോ അത്. ഡിക്കി ഡോറ് അതുപോലെ തന്നെ ഗ്ലാസ് ഒറിജിനലാണ്. സ്റ്റെപ്പിനി വരുന്നത് ഒരു 80% സ്റ്റെപ്പിനി നമുക്ക് പറയാം. ബോഡി വൈസ് വലിയ തരക്കേടില്ലാത്തൊരു ക്വാളിറ്റിയിലുള്ള നല്ലൊരു ക്രിസ്റ്റ 2019 GX ഓട്ടോമാറ്റിക്കിലുള്ള സെക്കൻഡ് ഓണർഷിപ്പിലുള്ള 82,000 ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഏതായാലും നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. കാരണം പുറത്തുനിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ. ഇപ്പോൾ നിങ്ങൾക്ക് ആ വോയിസ് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. 82,202 അത്രയാണ് ഇതിൻ്റെ കിലോമീറ്റർ വന്നിട്ടുള്ളത്. വണ്ടിയുടെ ലൊക്കേഷൻ ഡൽഹിയിലാണ്. ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഒക്കെ അത് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ റീപ്ലേസ് ആ ഗ്ലാസ് മാത്രം സൈഡത്തെ ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെൻറ്റ് ഒന്നും സംഭവിക്കാത്ത കമ്പനി ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. സർവീസ് റെക്കോർഡ് ഉള്ള വണ്ടിയാണ്. കിലോമീറ്റർ തിരിച്ച വണ്ടികൾ നമ്മൾ വീഡിയോക്കകത്ത് കാണിക്കലില്ല. അപ്പോൾ ത്രൂ ഔട്ട് സർവീസ് റെക്കോർഡുള്ള വാഹനമാണ്. മോഡൽ കൂടിയ വണ്ടിയൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാൻ പറ്റിയ ഓപ്ഷനാണ്. 19 മോഡലുണ്ട്. അതുപോലെ തന്നെ GX ഓട്ടോമാറ്റിക്കാണ്. 1 lakhൽ താഴെ ഓടിയിട്ടുള്ള ഹിസ്റ്ററിയുള്ള നല്ലൊരു വണ്ടിയാണ്. സിൽവർ കളറാണ്. ടാക്സി പർപ്പസിനോ പേഴ്സണൽ പർപ്പസിനോ ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. നമ്പർ ഏതായാലും വീഡിയോയ്ക്കകത്ത് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. വിളിച്ചിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുക. കാരണം ഗൾഫിൽ നിന്നൊക്കെ വിളിക്കുന്ന സമയത്ത് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ തിരിച്ച് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ കോൾസ് ഗൾഫിൽ നിന്നൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ചില സമയത്ത് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലൊക്കെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ച് വിളിക്കാനും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ യൂസ്ഡ് കാർ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിനകത്ത് എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഗ്രൂപ്പിന് ലിങ്ക് ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. കുറച്ച് ദിവസം കൂടിയേ ഡൽഹിയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഭയങ്കര തണുപ്പായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു തണുപ്പ് കഴിഞ്ഞിട്ടേ ഞാൻ ഏതായാലും വരുള്ളൂ. അപ്പോൾ ഏതായാലും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഏതായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു. ബൈ.